കാഴ്ച ഇത് കണ്ട നമ്മളുടെ പാടം ഇത് ഇപ്പോൾ ഇവിടെ വരെ വെള്ളം കയറി കണ്ട നമ്മളെ വീടിൻ്റെ ആ ഭാഗത്ത് കുറച്ചും കൂടിയും കഴിഞ്ഞാൽ എല്ലാതും പ്രശ്നമാവും. നമ്മുടെ പുഴ ഓൾമോസ്റ്റ് റോഡിൻ്റെ അടുത്ത് എത്തിയപ്പോൾ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇന്ന് രാത്രി 11:45 നമ്മൾക്ക് ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിൻ. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ സമയം എത്ര 8:30 നമ്മൾ 10 മണിക്ക് പോകാനുള്ള പരിപാടിയാണ്. 10 മണിക്ക് നമ്മൾ ഓട്ടോ ബുക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇത് മീനൊക്കെ കിടന്ന് കളിക്കണമെങ്കിൽ ഇവിടെ ഉള്ളിലേക്ക് പോയി എന്നെ കണ്ടപ്പോൾ. ഇന്നലെ വരെ ആ വീട് കാണുന്നില്ലേ, വീടല്ല നമ്മളുടെ ചെടികളൊക്കെ വിൽക്കണ കടയാണത്. അവിടെയും വരെ ആയിരുന്നു വെള്ളം. ഇപ്പം ഇവിടെയും വരെ എത്തി. ഇന്നലെയും ഭയങ്കര മഴയായിരുന്നു. നമ്മളുടെ ഇവിടുത്തെ ആ കനോലി കനാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡൊന്ന് പൊളിഞ്ഞ്, അപ്പോൾ കുറേ വെള്ളം കയറി. ഇവിടെയൊക്കെ നമ്മൾക്ക് മീനുകളെ കാണാം. ഇപ്പോൾ തൊടിയിൽ നിന്നുള്ള മീനുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണിപ്പോൾ സ്ഥിതി നമ്മുടെ നാട്ടിലെ. വണ്ടികളൊന്നും പോണില്ല. ഇത് ആക്ച്വലി നമ്മളുടെ മുട്ടുംകാലിന് മുകളിലുണ്ട് ആ വെള്ളം. ആക്ച്വലി സത്യം പറഞ്ഞാൽ അവിടെ ഒരു ഓട്ടോറിക്ഷ കേടായിട്ട് നിൽക്കണ നോക്കിയാൽ ഭയം കയറാൻ നോക്കിയതാ. അപ്പം നമ്മളിന്ന് ആക്ച്വലി നേരത്തെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. കാരണം ഇറങ്ങിയില്ലെങ്കിൽ ഇനി എപ്പോഴാണ് വെള്ളം കയറാമെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ നമ്മളിപ്പോൾ അത് കുറച്ച് ബംഗാളികളെ വിളിച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് മുകളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. എന്നെക്കൊണ്ട് പറയണത് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പറഞ്ഞു സിസ്റ്ററിനോട്. സിസ്റ്റർ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കോ, ബാക്കി നമ്മൾ നോക്കിയോളാം എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ആകെ പ്രശ്നത്തിലിപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. ഈ സമയത്ത് നമ്മൾ പോകണമെന്നും പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് കണ്ട തോട്ടിലെ വെള്ളം ഇങ്ങോട്ടേക്ക് കയറി. ഇത് കണ്ട അതാണ് നമ്മുടെ പറമ്പ്. തോട്ടിലെ വെള്ളം ഇങ്ങോട്ടേക്ക് കയറി. ഇങ്ങനെ പതുക്കനെ കയറിക്കൊണ്ടിരിക്കുക. ഇന്നലെ ഭയങ്കര ഇടിയും മിന്നലും കൊടുങ്കാറ്റൊക്കെ ആയിരുന്നു. കണ്ട നമ്മൾ ഈ ഇവിടുത്തെ ഹോർഡിങ് വീണ് ഒന്നും പറയണ്ട. പിന്നെ നമ്മളുടെ തൊട്ടപ്പുറത്തുള്ള വീട് നസീംതാടെ വീടുണ്ട്. അവരുടെ അവിടെ വെള്ളപ്പ് കയറി തോട്ടിൽ നിന്ന് തന്നെ. അവിടെ നിന്ന് പുഴയിൽ നിന്ന് കണ്ട പുഴയിൽ നിന്ന് റോഡിലേക്ക് വെള്ളം വന്നു തുടങ്ങി. എനിക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോകാണ്ടിരിക്കാനും പറ്റില്ല. കാരണം നാളെ പാമിന് തിരിച്ച് ജോലിക്ക് ജോയിൻ ചെയ്യണം. ഇന്ന് 11:45 നമ്മളെ ട്രെയിനുണ്ട്. പിന്നെ നമുക്കിന്ന് ബാംഗ്ലൂരിൽ നിന്നിട്ട് കുറച്ച് യാവിൻ്റെ സ്കൂളിൻ്റെ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇതൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തതാണ്. പോകാണ്ടിരിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. മമ്മീനെ ഹോസ്പിറ്റലിലും ആക്കി. ആൾ 2 ദിവസം അവിടെ ഡോക്ടർ പറഞ്ഞ് അവിടെ കിടക്കാൻ പറഞ്ഞ്, ആളുടെ കാലിൻ്റെ നീര് കാരണം. അപ്പം അങ്ങനെ പല ഓരോരോ ഇതിൽ നമ്മളിപ്പോൾ ഒരു ഇതിൽ പെട്ടിരിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരുടെയും ഓരോരോ ഇതായിപ്പോയില്ലേ. ഹോപ്പ്ഫുള്ളി അവർ ഇങ്ങനെ വെള്ളം കയറില്ലാന്ന്. ഇത് മഴയുടെ മാത്രമല്ല കേട്ടോ വെള്ളം. മഴ എന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവില്ല. ഇത് ആക്ച്വലി അവിടെ നിന്ന് നമ്മളുടെ കാനോലി ഡാമുണ്ട്. ആ ഡാം ആക്ച്വലി ഇന്നലെ കുറച്ചൊന്നും ചെരിഞ്ഞ്, അതുകൊണ്ടുള്ള പ്രശ്നമുണ്ട്. പിന്നെ അവിടെ നിന്ന് അവർ തുറന്നിട്ട് വെള്ളത്തിൻ്റെ ഫ്ലോവും കടലിൽ നിന്ന് അവിടെ നിന്ന് വരണമെന്ന് വെച്ചാൽ കടലിൽ നിന്ന് ഇവിടേക്ക് എത്തും. അവിടെ നിന്ന് വെച്ചാൽ പുഴ ഇങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ പ്രശ്നമില്ല. വെള്ളം അങ്ങോട്ട് പോകില്ല, ഇങ്ങോട്ടേക്ക് എപ്പോഴും പോകുന്നത്. ഇപ്പോൾ ഒഴുക്ക് കുറച്ച് കുറവുണ്ട്. ഇത് കണ്ട ഇപ്പോഴും വെള്ളം നമ്മുടെ റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. റൈറ്റ് സൈഡിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കടലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന വെള്ളമാണ്. നമ്മൾ ഇന്നലെ ഇവിടെ പോയിരുന്നു, എന്താണ് പറയുക, സ്നേഹതീരവും ആ ഭാഗത്തൊക്കെ. അവിടെ ഏതാ കടലിൻ്റെ വെള്ളവും കനാലിൻ്റെ വെള്ളവും ഒത്തുചേരേണ്ട സ്ഥലമാണ്. അപ്പോൾ കടലും കനാലും ഏതാണെന്ന് തന്നെ മനസ്സിലാവുന്നില്ല. കടൽ ഇങ്ങോട്ടേക്ക് കയറി വെള്ളം. വേണ്ട വെള്ളം റൈറ്റിലേക്ക് പോകും. ഇന്നലൊക്കെ ഭയങ്കര ഒഴുക്കായിരുന്നു. ഇന്ന് ഒഴുക്ക് കുറച്ച് കുറഞ്ഞു. പക്ഷെ എന്നാലും വെള്ളം കയറി വരുന്നത്. ഈ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വിചാരിക്കുന്ന മാതിരില്ല. 1 മണിക്കൂർ കൊണ്ട് ഇത് 2 അടി 3 അടിയാണ് കയറുക. കഴിഞ്ഞ 2018 നമ്മൾക്ക് ഫ്ലഡ് വന്നപ്പോൾ ഓൾമോസ്റ്റ് വിതിൻ 3 hours 5 അടി 6 അടിയാണ് നമ്മളുടെ ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ള് കയറിയത്. ഒന്നും പറയണ്ട. അങ്ങനെ നമ്മൾ തൃശ്ശൂർ സ്റ്റേഷനിൽ പോകാൻ വേണ്ടിയിട്ട് അയൽവക്കത്തെ നമ്മളുടെ ഒരു സുനിയേട്ടൻ്റെ ഓട്ടോറിക്ഷ നമ്മൾ സംഘടിപ്പിച്ചു. ആരും വരുന്നുണ്ടായിരുന്നില്ല. ആക്ച്വലി വെള്ളപ്പൊക്കവും വെള്ളം കയറലും കാരണം പാമും യാവനും മോഷൻ സിക്നസ് കാരണം പതിവ് പോലെ ഓട്ടോറിക്ഷയിൽ കിടന്നുറങ്ങി. സുനിയേട്ടന് ഈ റൂട്ടിൽ കൂടെ നല്ല എക്സ്പീരിയൻസും പിന്നെ പ്രൊഫഷണൽ ഒരു ഡ്രൈവറായ കാരണം നമ്മളെ സമയത്തിന് തന്നെ സമയം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മളവിടെ തൃശ്ശൂർ സ്റ്റേഷനിലെത്തി. തൃശ്ശൂർ സ്റ്റേഷനിലെത്തിയപ്പോൾ തന്നെ പട്ടികളുടെ ഒരു കമ്മിറ്റി മീറ്റിംഗ് ആയിരുന്നു അവിടെ. IRCTC വക നമ്മൾ റിട്ടയറിംഗ് റൂം നോക്കി വന്നായിരുന്നു. ഇവിടെ വേറെ നോൺ AC ഒന്നും ഉണ്ടായിരുന്നില്ല. ഫൈനലി AC റൂം തന്നെ എടുക്കേണ്ടി വന്നു. ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ റിട്ടയറിംഗ് റൂമിലെടുത്ത് ഇവിടെ 900 rupees 8 AM to 8 PM. ഇതാണ് കേസ്. അപ്പോൾ 900 rupees ഒന്ന് ടിക്കറ്റ് കൗണ്ടറിൽ പേ ചെയ്യണം. ആദ്യം ഇതൊക്കെ ഫില്ല് ചെയ്യണം. പിന്നെ പേ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കാണിക്കണം. പിന്നെ അവർക്ക് നമ്മൾ റൂം തരും. നമ്മൾക്കിപ്പോൾ കിട്ടിയ റൂം ഇതാണ് ഇവരുടെ റിട്ടയറിംഗ് റൂം. ഇത് ഞാൻ പറഞ്ഞില്ലേ 900 രൂപ
8 മണി, രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ. ഇത് കണ്ട, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആകെ ഒരു ഇത് എപ്പോഴാണ് പൊട്ടാന്ന് പറയാൻ പറ്റില്ല. സ്റ്റീൽ എന്ന് മെറ്റലാണ് സംഭവം. പുതപ്പ് പോലും ഇല്ല ഭായി. അറ്റ്ലീസ്റ്റ് ഒരു പുതപ്പെങ്കിലും അവർ തരണ്ടേ. ഈ 900 റുപ്യ എടുക്കണമൊക്കെ ശരി, പക്ഷെ പുതപ്പെങ്കിലും തരണ്ടേ. AC റൂമാണ് ഇത് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഫുള്ളായി. അല്ലെങ്കിൽ നമ്മൾ നോർമൽ നോൺ AC എടുത്തന്നെ അത് 250 റുപ്യ ഉള്ളൂ. സെയിം 8 മണി മുതൽ രാത്രി 8 മണി വരെ. എന്ത് ചെയ്യാൻ പറ്റും? ഇത് കണ്ട, ഇത്രേ ഉള്ളൂ. ഇതിനൊരു സോഫ അവിടെ കോർണറിൽ, പിന്നെ അതുമാതിരി ഇത് ഇവിടെ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഞാൻ എൻ്റെ ബെൽറ്റാണ് തൂക്കിയിട്ടാ. പിന്നെ ഒരു വാഷ്റൂം ഉണ്ട്. സൗകര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സൗകര്യം ചെയ്ത ഈ ഒരു വാഷ്റൂം ഉണ്ട്, ഇത്രേ ഉള്ളൂ. കലാസ്. ഇതെന്ന് പറഞ്ഞാൽ എക്സോസ്റ്റ് ഫാനും ഇല്ല, ഉള്ളിൽ ഭയങ്കര ഹ്യൂമിഡിറ്റി. എനിക്ക് ഇതാ മനസ്സിലാവുന്നത്, നമ്മുടെ കേരളത്തിൽ എക്സോസ്റ്റ് ഫാൻ എന്താ വയ്ക്കാത്തതെന്ന് എനിക്കത് മനസ്സിലാവുന്നത്. ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് ആ ഹ്യൂമിഡിറ്റി ഫീൽ ആവും. എൻ്റെ അമ്മ ക്ലീനാണ്, സംഭവം ക്ലീനാണ് എല്ലാതും, പക്ഷേ ഹ്യൂമിഡിറ്റി ഉണ്ട്, ചൂട് ഭയങ്കരമായിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ ഗൈസ്. ഇത് ഇപ്പോൾ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. ലഞ്ച് കഴിച്ചിട്ട് അടിയിൽ തന്നെ ഉണ്ട് റെസ്റ്റോറൻറ്റ് ലഞ്ചിന്. എൻ്റെ കയ്യിൽ പിന്നെ കുറേ സമയമുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ച് സ്റ്റേഷനിൽ നിന്ന് കുറേ ട്രെയിൻ അങ്ങോട്ട് സ്പോട്ട് ചെയ്യാം. എനിക്കെന്താണെന്ന് അറിഞ്ഞിട്ട് ഈ ട്രെയിന് തീവണ്ടി കാണുമ്പോൾ എനിക്ക് ഭയങ്കര, തീയല്ല ഇപ്പം എല്ലാതും ഇലക്ട്രിക്കാണ്, എന്നാലും തീവണ്ടി കാണുമ്പോൾ ഭയങ്കര ഒരു ഹരം. ചെറുപ്പം മോലെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ തീവണ്ടിയിൽ ട്രാവൽ ചെയ്യലും, ഈ ട്രെയിൻ പാസ് ചെയ്യലും, പിന്നെ അതിൻ്റെ എൻജിന് കാണലും കമ്പാർട്ട്മെൻറ്റ്സ് കാണലും, ഇതൊക്കെ ഭയങ്കര ഒരു ക്രേസാണ് എനിക്ക്. അപ്പോൾ നമുക്ക് കുറച്ചൊരു ട്രെയിൻ സ്പോട്ടിങ് ചെയ്യാം. ഇങ്ങനത്തെ ഒരു ഭാഗ്യം ചിലപ്പോഴേ നമുക്ക് കിട്ടാറുള്ളൂ. ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട്. നമ്മൾ അവിടുന്ന് ഇറങ്ങി, അല്ലെങ്കിൽ ഈ മഴ നിന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഡാം തുറന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോയേനെ, നമുക്ക് പോകാനും പറ്റില്ല. പിന്നെ ഗായ്സ്, നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു റിട്ടയറിംഗ് റൂമൊക്കെ എടുത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ട്രെയിൻ സ്പോട്ടിങ് ചെയ്യാമെന്ന്. നമുക്ക് ട്രെയിനിൻ്റെ പിന്നെ ഹരമാണല്ലോ. വണ്ടി വിടാനായി 2 മിനിറ്റ് നിന്ന് പരശുരാമ എക്സ്പ്രസ് വിടുന്നു. നമ്മളുടെ ട്രെയിൻ 11:40 നൈറ്റിനാണ്, 23:40. അപ്പം അതുവരെ 8 മണി വരെ നമുക്ക് വെയിറ്റിംഗ് റൂമിൽ ഇരിക്കണം, നമ്മുടെ റിട്ടയറിംഗ് റൂമിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ AC ചെയർസ് റിട്ടയറിംഗ് റൂമുണ്ട്, അതിലിരിക്കണം. ഞാൻ ട്രെയിൻ സ്പോട്ടിങ്ങിൻ്റെ വീഡിയോ എടുക്കാൻ വന്നതാണ്. വീഡിയോ എടുക്കാൻ വന്നത് മാത്രമല്ല, ഞാൻ ഇവിടെ പെട്ടുപോയി. ഞാൻ ഈ ഷെഡിൽ ഒറ്റയ്ക്ക്, മെയിൻ സ്റ്റേഷൻ ആ ഭാഗത്തായിട്ടാണ്, ഇവിടെ പെട്ടുപോയി. അങ്ങനെ മഴ പെയ്ത് തുടങ്ങി. ഇപ്പോൾ ഭയങ്കരമായിട്ട് മഴ. ഞാൻ അവിടേക്ക് പോകണമെന്ന് വെച്ചാൽ ഈ മഴ നിന്നാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നനഞ്ഞു പോകും ഭയങ്കരമായിട്ട്. മംഗലാപുരത്തു നിന്ന് വരുന്ന ഒരു വണ്ടി, അത് കന്യാകുമാരിക്ക് പോകണം. മംഗലാപുരം ടു കന്യാകുമാരി. ഏതായി എക്സ്പ്രസിൻ്റെ പേരിന് ഒന്നുകൂടാ നോക്കട്ടെ കേട്ടോ. മംഗലാപുരം സെൻട്രൽ ടു കന്യാകുമാരി. ഇതും പരശുരാമ എക്സ്പ്രസ്. ഇപ്പോൾ ഒരെണ്ണം പോയുള്ളൂ. ഇപ്പോൾ കന്യാകുമാരിക്ക് പോണ വഴി മംഗലാപുരത്തു നിന്ന് വരുന്നൊരു ട്രെയിൻ അത്. കൊച്ചുവേലി ലോക്മാന്യ തിലക് എക്സ്പ്രസ്. ഏത് എക്സ്പ്രസ് പേര്? കൊച്ചുവേലി എക്സ്പ്രസ് ആയിരിക്കുന്നത്. ഇത് ഫുള്ള് AC ഉള്ളത്. അടിപൊളി. നമ്മൾ ആക്ച്വലി 21-ാം തീയതി വരെ നിൽക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നെ പാം വന്നപ്പോഴും പിന്നെ പാമിൻ്റെ ഒപ്പം പിന്നെ നമ്മൾ തിരിച്ചു പോകുമ്പോഴും രാവിലെ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് ബാംഗ്ലൂരിൽ ചെന്ന് നമ്മൾക്ക് അന്വേഷിക്കണം.
പിന്നെ പ്ലസ് അക്കോമഡേഷൻ എങ്ങനെയാണ്, അതൊക്കെ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചത് 3-ാം തീയതിക്ക് തിരിച്ചു പോകുന്നുണ്ട്. പക്ഷേ പാമ്പറിന് വെറുതെ ചാൻസ് എടുക്കണ്ട, അപ്പോൾ നമ്മൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 29 അല്ലെങ്കിൽ 30-ാം തീയതിക്കുള്ളിൽ നമ്മൾക്ക് തിരിച്ചു പോകണം ഡൽഹിക്ക്. അപ്പോൾ അതാണ് ഇപ്പോൾ പരിപാടി. അതിന് ടിക്കറ്റ് ഇതുവരെ എടുത്തിട്ടില്ല, എടുക്കണം. അതൊന്ന് നോക്കട്ടെ എങ്ങനെയാണ് സംഭവം എന്ന്. കാരണം ടിക്കറ്റ് കിട്ടാനേ ഇല്ല. റെയിൽവേയിൽ എന്ന് പറഞ്ഞാൽ ഈ ഏജൻറ്റുമാർ ബുക്ക് ചെയ്തിട്ടിട്ടിട്ട് ടിക്കറ്റ് കിട്ടാറില്ല. ഇപ്പോൾ ജൂലൈ 1-ാം തീയതി മുതൽ ഇപ്പോൾ പുതിയൊരു സിസ്റ്റം വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആധാർ കാർഡ് നമ്മൾ IRCTC ഇതിൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തത്കാലം നമ്മൾക്ക് ടിക്കറ്റ് വളരെ ഈസി ആയിട്ട് കിട്ടും. ഏജൻറ്റിന് ഉള്ള വിൻഡോ അവർ പിന്നെയാണ് തുറക്കുന്നത്. ഏറ്റവും ആദ്യം നോർമൽ പബ്ലിക്കിന് വേണ്ടി തുറന്നു കഴിഞ്ഞിട്ട് പിന്നെയാണ് ഏജൻറ്റിനുള്ള വിൻഡോ അവർ തുറക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സൗകര്യം സർക്കാർ ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾക്ക് ഭയങ്കര ഒരു കാര്യം തന്നെയാണ്. കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ടിക്കറ്റ് തത്കാലം എടുത്തിട്ട് കുറച്ച് വില കൂടുതലായിരിക്കും, പക്ഷേ അറ്റ്ലീസ്റ്റ് ടിക്കറ്റ് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ട്രാവലോ ട്രിപ്പ് അങ്ങനെ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ 2 മാസം മുമ്പേ അറ്റ്ലീസ്റ്റ് നമുക്ക്, അല്ലെങ്കിൽ 1 മാസം മുമ്പേ നമ്മൾ ട്രൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾക്ക് അറിയാം നമുക്ക്. പക്ഷെ പെട്ടെന്നായിട്ടുള്ള ട്രിപ്പൊക്കെ വേണമെന്ന് വെച്ചാൽ ഈ തത്കാലം ഭയങ്കര ഒരു ഉപയോഗപ്പെട്ട ഒരു സംഭവമാണ്. പക്ഷെ ആ തത്കാലിൻ്റെ ഇത് വെച്ചിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട്, എസ്പെഷ്യലി ഏജൻറ്റുമാർ ഭയങ്കരമായിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കും. എല്ലാ ഏജൻറ്റുമാരും അവരുടെ കോട്ട അനുസരിച്ചിട്ടില്ല, കോട്ട മാത്രം അതിന് കൂടുതൽ വേറെ ID വെച്ചിട്ട് അവർ ബുക്ക് ചെയ്തിടും. അപ്പോൾ നമ്മൾക്ക് നോർമൽ പബ്ലിക്കിന് ആ ടിക്കറ്റ് കിട്ടാറില്ല. പിന്നെ അവർ ആ സെയിം ടിക്കറ്റ് തന്നെ അഡീഷണൽ പൈസയ്ക്ക് അവർ വിൽക്കും. അപ്പോൾ അത് എന്തായാലും നിന്ന് കിട്ടും ഈ ജൂലൈ 1-ാം തീയതി. കണ്ടറിയാം എങ്ങനെയാണെന്ന്. ജൂലൈ 1-ാം തീയതി പോലെ അതിന് മുമ്പ് ഇപ്പോൾ ഇന്ന് എനിക്ക് ആധാർ ലിങ്കാണ്, ഞാൻ ലിങ്ക് ചെയ്യും. പിന്നെ വല്ല ട്രാവലിംഗ് ആണെങ്കിൽ ചില നമ്മൾക്കത് ഈസി ആയിരിക്കും. മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, ഇനി ഇവിടുന്ന് നീങ്ങാം. ഇനി അധികം നിന്ന് കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും. ലഞ്ച് കഴിക്കാനുള്ള സമയമായി, യാവും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഇവിടെ വേറൊരു ട്രെയിൻ വരുന്നു. ഇത് ഏത് ട്രെയിനാണോ? ഈ ട്രെയിനിൻ്റെ വരവാണ് എന്ത് രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ട്രെയിൻ കാണാൻ. മറ്റേ ട്രെയിനും പോയി തുടങ്ങി. ഷാലിമാർ എക്സ്പ്രസ്. ഇത് ഷാലിമാർ എക്സ്പ്രസ്സാണ്, തിരുവനന്തപുരം ഷാലിമാർ എക്സ്പ്രസ്. ഇത് നമ്മുടെ വെസ്റ്റ് ബംഗാളില്ലേ, ഹൗറ, അവിടേക്ക് പോണത്. Director Road for Indian Express to June Station. Platform number 8 पर आप पहुंची है. അങ്ങനെ കുറച്ച് നേരം ട്രെയിൻ സ്പോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് 2 മണിയായി. 2 മണിക്ക് നമ്മൾ ഇവിടെ തന്നെ IRCTC ഒക്കെ ഒരു പ്രൈവറ്റ് കിച്ചൺ, തലശ്ശേരി കിച്ചൺ പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെ വന്നിട്ട് ബിരിയാണിയും പിന്നെ ഒരു നമ്മുടെ നാടൻ താലി എടുത്തു. ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല, മുളകും ഇല്ല, ഉപ്പും ഇല്ല. എന്നാൽ വിലയോ അതിഗംഭീരം. ഞാനത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് നേരം ഒന്ന് ട്രെയിൻ സ്പോട്ടിംഗ് ഒക്കെ ചെയ്ത് എനിക്ക് മതിയാവുണ്ടായിരുന്നില്ല ഇത് കണ്ട് ഇത്രയും ട്രെയിനുകളും. പിന്നെ മുകളിലേക്കൊന്ന് നോക്കിയപ്പോൾ നല്ല കനത്ത മേഘങ്ങൾ ഫോം ചെയ്യണം. ഞാൻ നേരെ റൂമിലേക്ക് പോയി. ഫൈനലി 8 മണിയായി. ഇപ്പോൾ നമ്മൾക്ക് ഈ റൂം കാലിയാക്കി കൊടുക്കണം. നിങ്ങൾ കണ്ടില്ലേ ഈ റൂമിൻ്റെ കണ്ടീഷൻ. 900 റുപ്പീസ് അവർ മേടിച്ചിട്ട് ബേസിക്കലി ഞാൻ IRCTC-നോടും കൂടി പറയാൻ വേണ്ടിയിട്ടുണ്ട്. അത് ഞാൻ ടാഗ് ചെയ്യും. ഞാൻ ഈവൻ ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ ഞാൻ ടാഗ് ചെയ്യും, ട്വീറ്റും ചെയ്യും. ഞാൻ ബേസിക്കലി ട്വിറ്ററിലാണ് കൂടുതലും പവർഫുൾ. 900 റുപ്പീസിന് മേടിച്ചിട്ട് ഇത് തന്നെന്താ, ഇത് ബേസിക്കലി ബെഡ്ഷീറ്റ് മാത്രമായിട്ട് വിരിച്ചിരിക്കുന്നതാണത്. കംപ്ലൈൻ്റ് ആയിട്ട് തന്നെ കണക്കാക്കണം. 8 മണിക്കൂറിന് ബേസിക്കലി 8 AM to 8 PM വരെ ഉള്ളത്. 12 അവേഴ്സിന് അവർ ചാർജ് ചെയ്യുന്നത് 900 റുപ്പീസ്. ഒരു ബ്ലാങ്കറ്റ് പോലും ഇല്ല. ഇത് കണ്ട, ഇതൊക്കെ പൊട്ടിയിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇത് കണ്ട, ആകെ പൊട്ടിയിരിക്കുന്നത് ഈ സംഭവം. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ 900 റുപ്പീസ്. AC-യുടെ റിമോട്ട് കൺട്രോളിൽ നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾ ആയതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇത്രയും പൈസ നിങ്ങൾ എടുക്കണം AC റൂമിന് വേണ്ടിയിട്ടെന്നും പറഞ്ഞിട്ട്. അറ്റ്ലീസ്റ്റ് ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യാനുള്ള നമ്മൾക്കൊരു കൺട്രോളിന് റിമോട്ടെങ്കിലും വെക്കേണ്ട. അതിൻ്റെ അതില്ല. ബാത്റൂമൊക്കെ ഓക്കെ, പിന്നെ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇത് കണ്ട, ട്രെയിനിൻ്റെ ബർത്തിൻ്റെ ബെഡ് മാതിരിയാണ് ഈ ബെഡ്. എന്ത് ഇത് IRCTC, അതും തൃശ്ശൂർ സ്റ്റേഷനിൽ. നമ്മളൊക്കെ ഒന്ന് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ടൂറിസ്റ്റ് വരുമ്പോൾ ഒരു സ്റ്റേഷനിൽ അവർക്ക് ഒന്ന് റിട്ടയർ ചെയ്യണമെന്ന് വെച്ചാൽ അത്
അറ്റ്ലീസ്റ്റ് ഒന്ന് നല്ലൊരു നിലയിൽ വെച്ചൂടെ. കുറച്ച് പൈസ ചിലവാക്കുക, നമ്മൾ ഇത്രയും പൈസ നിങ്ങൾക്ക് തരുമ്പോൾ അതിൻ്റെ കുറച്ച് പൈസ ചിലവാക്കിയാൽ മതി, അധികം വേണ്ട. ഒരു നല്ലൊരു ബെഡ്ഷീറ്റ്, പിന്നെ ഒരു ബ്ലാങ്കറ്റെങ്കിലും, 2 ബ്ലാങ്കറ്റെങ്കിലും അറ്റ്ലീസ്റ്റ്, അല്ലെങ്കിൽ ഒരു ബ്ലാങ്കറ്റെങ്കിലും വെച്ചൂടെ. ഇവിടെ കുട്ടിക്ക് തണുത്തിട്ട് വയ്യ, 21 ഡിഗ്രീസിലാണ് AC വെച്ചിരിക്കുന്നത്. വേറെ എനിക്കൊന്നും പറയാനില്ല. പിന്നെ വേറൊരു കണ്ടീഷൻ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട, ഇതൊക്കെ അറ്റ്ലീസ്റ്റ് ഒന്ന് അവർക്കൊന്ന് ശരിക്കൊന്ന് ഇതാക്കി കഴിഞ്ഞ് പെയിൻറ്റ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സീപ്പിങ്ങൊക്കെ, കാരണം എൻ്റെ മോൻക്ക് അലർജി ഉള്ളതാണ്, ഇത് കാരണം ഇപ്പോൾ അവന് ബേസിക്കലി തുമ്മലും പിടിക്കലും അതൊക്കെ ആയിരുന്നു ഫുള്ള്. അപ്പോൾ എനിവേസ് ഗൈസ്, ഐ തോട്ട് ഐ ഷുഡ് ഇൻഫോം യു ദിസ്. കാരണം എങ്ങനെ നിങ്ങൾ തൃശ്ശൂർ സ്റ്റേഷനിൽ വരുന്ന വെച്ചാൽ AC റൂം എടുത്തിട്ട് കാര്യമില്ല. 900 റുപ്പീസ് വളരെ കൂടുതലാണ്. 240 എന്ന് തോന്നുന്നു നോർമൽ ജനറലിന്. അത് കിട്ടാനുണ്ടായിരുന്നില്ല എന്നാണ്, അതുകൊണ്ടാണ് ഞാനിതെടുത്തത്. ഇനി അറിഞ്ഞൂടെ അതിൻ്റെ അവൈലബിലിറ്റി എന്താണ്. നമ്മൾക്കൊരു ഇതില്ല, അവൈലബിൾ എത്രയാണ് എന്താണെന്ന് ഇല്ലില്ല. ഒരാഗ്രഹമുള്ളത് പറഞ്ഞ AC ഉള്ളൂ. മേ ബി ടു സെൽ ഇറ്റ്, ഐ ഡോണ്ട് നോ. പക്ഷേ എനിവേസ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ 11:30-12 മണിക്ക് വന്നത്. 12 മണി പോലും 8 മണി വരെ. അപ്പോൾ 12 മണിക്കൂർ പോലും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. 8 hours നമ്മൾ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ 900 കൊടുത്തത്. അപ്പോൾ നമുക്ക് ഇനി തിരിച്ച് സ്റ്റേഷനിൽ പോകണം. സ്റ്റേഷനിൽ പോയിട്ട് ഇത് ക്ലോക്ക് റൂമിലൊക്കെ വെക്കണം നമ്മുടെ സാധനങ്ങൾ. 11:40 നമ്മളെ ട്രെയിൻ. ഏറ്റവും എക്സ്പെൻസീവും ഏറ്റവും ഫാസ്റ്റസ്റ്റ് ട്രെയിനും രാജധാനി എക്സ്പ്രസ് നമ്മുടെ തൃശ്ശൂർ സ്റ്റേഷനിൽ നിന്ന് ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് പോകുന്നു. 5500 ഇതിൻ്റെ ടിക്കറ്റിൻ്റെ വില എന്ന് വെച്ചാൽ ഈ AC 3 tier. ഒരു ദിവസം ട്രാവൽ ചെയ്യും മോനെ ഞാൻ നിങ്ങളുടെ ഈ വണ്ടിയിൽ. രാജധാനി ഫുള്ളാട്ടോ, ഇത് ഇവിടുന്ന് ഫുള്ളാ. ഇപ്പോൾ തൃശ്ശൂർ സ്റ്റേഷനിൽ നീങ്ങി ഫുള്ളത്. ഗ്രീൻ ലൈറ്റ് അടിക്കുക, സിഗ്നല്. നല്ല നീളമുണ്ട് ഈ വണ്ടിക്ക്. അമ്മ ഇത്രയും ജനങ്ങളുണ്ടോ? 2 tier ഒക്കെ കാലിയാണ്. 2 tier ഫസ്റ്റ് ക്ലാസ്സും. പക്ഷെ 3 tier അതൊക്കെ ഫുള്ളാ. കൊടുക്കുന്ന സ്പീഡ് ഈ വണ്ടിക്ക്, സ്റ്റോപ്പും കുറവാണ്. തൃശ്ശൂർ സ്റ്റേഷൻ ഇപ്പോൾ പകുതി കാലിയാവാറായി. ഓൾമോസ്റ്റ് കാലിയല്ല, എന്നാലും ജനങ്ങളുണ്ട്. ഇപ്പം തന്നെ വേറെ അനൗൺസ്മെൻറ്റ് വന്നു, വേറെ രാജധാനി പ്ലാറ്റ്ഫോം നമ്പർ 2 വരണമെന്നു. ഇപ്പോൾ ഒരു രാജധാനി പോയുള്ളൂ പ്ലാറ്റ്ഫോം നമ്പർ 1 ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടെ എന്ന് വെച്ചാൽ, നമ്മുടെ നോർത്തിൽ നിന്ന് ഇഷ്ടംപോലെ ജനങ്ങളിപ്പോൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്. ഈവൻ കൊച്ചിയിലും പിന്നെ തൃശ്ശൂരിലും ഞാൻ കണ്ടു കുറേ നോർത്ത് ഇന്ത്യൻസ്. എന്ന് വെച്ചാൽ ഈ നോർത്ത് ഈസ്റ്റിൽ നിന്നും ഇങ്ങോട്ട് വരും. നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിൻ്റെ ഏരിയ അല്ല, സ്പെഷ്യലി ഫ്രം ഗുവാഹട്ടി ആസാം ഏരിയയിൽ നിന്ന് ഞാൻ കണ്ടു. അവിടെ നമ്മുടെ കൊച്ചി ഫോർട്ടില്ലേ, ഏതാണ് ആ ഭാഗത്ത് ഞാൻ കണ്ടു. പിന്നെ നമ്മുടെ നാട്ടിലും കണ്ടു. പിന്നെ ബംഗ്ലാദേശിലെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. പിന്നെ UP നിന്നും ബീഹാറിൽ നിന്നും. പിന്നെ വേറൊരു സംഭവം ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ പട്ന, ബീഹാർ. ഈ ബീഹാറി ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇങ്ങോട്ട്. എന്താണ്, എല്ലാവരും ലേബർ പണിക്ക് വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ ലേബർ പണി ചെയ്യാൻ ആരുമില്ല. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ AC റൂം വിട്ടിട്ട്, കാരണം 8 മണിക്ക് കാലിയാക്കണമായിരുന്നു, അത് വിട്ടിട്ട് നേരെ നമ്മുടെ ലഗേജ് ക്ലോക്ക് റൂമിൽ വെച്ച് അവിടെ 30 റുപ്യ പെർ ബാഗാണ്. അപ്പോൾ അത് വെച്ച് 30 റുപ്യ എന്ന് വെച്ചാൽ ട്രോളി ബാഗ് മാതിരി, പിന്നെ 20 റുപ്യ നോർമൽ ഹാൻഡ് ബാഗും അതുമാതിരിയൊക്കെ ഉള്ളത്. അത് അവിടെ വെച്ചിട്ട് പിന്നെ നമ്മൾ AC റിട്ടയറിംഗ് റൂം വേറെ ഉണ്ട് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ വന്നു, അവിടെ 30 റുപ്യ പെർ പേഴ്സണാണ്. ഞാൻ കാണിച്ചു തരാം ഇപ്പം നിങ്ങൾക്ക്. ഇതാണ് AC വെയിറ്റിംഗ് ഹാൾ. ഇവിടെയാണ് നമ്മളിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ AC വെയിറ്റിംഗ് ഹാൾ. നമ്മളിവിടെ ഇരിക്കുക. ഇതേ പറഞ്ഞ് വേറെ രാജധാനി. ഇപ്പം പോയ രാജധാനി തിരുവനന്തപുരം ടു നിസാമുദ്ദീൻ. ഇത് നിസാമുദ്ദീൻ ടു ട്രിവാൻഡ്രം. നമ്മൾ ഫൈനലി ക്ലോക്ക് റൂം വിട്ട് നമ്മുടെ വെയിറ്റിംഗ് ഹാൾ വിട്ടിട്ട് 10:30 ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു പൊറോട്ടയും ചില്ലി ചിക്കനും മേടിച്ചു. രാവിലെ ചിക്കൻ ഫ്രൈഡ് റൈസ്. ഭയങ്കര വിലയായിട്ട് ഇവിടെ, 10 വിലയാണ്. ചിക്കൻ ഫ്രൈഡ് റൈസിന് 210 റുപ്യ. പിന്നെ ഇതിന് ചില്ലി ചിക്കനിന് ഇത്രേ ഉള്ളൂ, 150 റുപ്യ. പിന്നെ പൊറോട്ട 6 റുപ്യ, 8 റുപ്യ കണ്ടെന്ന് തോന്നുന്നു. 2 പൊറോട്ട എടുത്തിട്ട് ഇപ്പം ഇതൊന്നും മതിയാവില്ല തോന്നുന്നു. എനിവേസ്
11:40 ട്രെയിൻ ഓൺ ടൈമാണ്. നമുക്ക് ചെന്നിട്ട് നമ്മുടെ ബാഗ് ക്ലോക്ക് റൂമിൽ എടുക്കണം. That's why I told you, eat with that. Better. ഫൈനലി നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മളിഞ്ഞ് ക്ലോക്ക് റൂമിലേക്ക് പോണ് നമ്മളുടെ പെട്ടികൾ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളുണ്ടല്ലോ ആക്ച്വലി ഒരു 5 മിനിറ്റ് എക്സ്ട്രാ ആയിരുന്നു. അതിനും അവർ 90 രൂപ അവിടെ മേടിച്ച് നമ്മളുടെ ഇതില്ലേ AC വെയിറ്റിംഗ് റൂം 90 രൂപ 5 മിനിറ്റിനായാലും എക്സ്ട്രാ മേടിച്ച്. എടുത്തോടെ. Where was the other one? Yes, I want carry-ons. I'll hold that. നമ്മളുടെ ട്രെയിൻ പറഞ്ഞ പ്ലാറ്റ്ഫോം നമ്പർ 2 അപ്പോൾ നമ്മൾക്ക് ഇവിടുന്ന് പോകണം. തൃശ്ശൂർ സ്റ്റേഷനിൽ ഇപ്പോൾ ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലിഫ്റ്റിൻ്റെ ഇതിലേക്ക് പോകണം. നമ്മൾ തിരുവനന്തപുരം മംഗലാപുരം സെൻട്രൽ നമ്മൾ പോണ സമയത്ത് തന്നെ വണ്ടിയും വിട്ടു സെയിം ടൈം. അപ്പോൾ ഗായ്സ് നമ്മൾ കേരളം വിട്ട് പോകാനായി. നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുന്നു. ഹംസഫർ എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത് SMVT ബാംഗ്ലൂരിലേക്ക്. ഈ ബാക്കി കഥകൾ നമ്മൾ ബാംഗ്ലൂരിൽ വെച്ചു. അങ്ങനെ ഗായ്സ് നമ്മൾ ഫൈനലി ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിൻ പിടിക്കാൻ പോവുകയാണ്. ഇന്ന് ഒഫീഷ്യലി നമ്മളുടെ ലാസ്റ്റ് ഡേ ആണ് കേരളത്തിൽ. ഇത്രയും കൊല്ലം കഴിഞ്ഞ് ഞാൻ എൻ്റെ കേരളത്തിൽ തിരിച്ചു വന്നിട്ട് എൻ്റെ ഉമ്മാനെയും എൻ്റെ പെങ്ങളൊക്കെ കണ്ടപ്പോൾ ആ സന്തോഷം, ആ ഓർമ്മകളുമായി ഞാൻ തിരിച്ചു പോവുകയാണ്. പക്ഷേ ഞാൻ വിട പറയുന്നില്ല. തിരിച്ചു വരണം, എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഉറപ്പും വെച്ചിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. ജീവിക്കാൻ 2 നേരം അല്ലെങ്കിൽ 3 നേരത്തെ ഭക്ഷണവും പിന്നെ കുറച്ച് സമാധാനവും പിന്നെ കുടുംബവും, അതാണ് ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ ചാനലിൽ കൂടെ ഞാൻ ഒരു എക്സാമ്പിളായിട്ടാണ് ഇത് കാണിക്കാൻ പോകുന്നത്. ദുബായും US-ഉം കാനഡയും ഓസ്ട്രേലിയയും ഒന്നും ആവശ്യമില്ല. നമ്മുടെ നാടും നമ്മുടെ കുടുംബവും. കുറച്ച് കരുത്തും പിന്നെ സ്വന്തം വിശ്വാസവും ഉണ്ടെങ്കിൽ നമുക്ക് ഏതു യുദ്ധവും വിജയിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളിൽ കൂടിയാണ് എൻ്റെ വിജയം. നന്ദി, നമസ്കാരം. കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ബൈ.